പൊന്നുമണി, പൊന്നുമണി, നീ കതവ് തുറക്കാൻ. പൊന്നുമണി, പൊന്നുമണി. ഏയ്, അമ്മ വിളിക്കണ്ട, ഞാൻ അവളോട് സംസാരിച്ചോളാം. ആ, അമ്മയും മകനും കൂടി അടുക്കളയിൽ പോയി കഞ്ഞി പ്രോഗ്രാം തുടങ്ങ്. ചെല്ല് മനുഷ്യ. ആ അമ്മേ, തേങ്ങ ഞാൻ ചെറിയിക്കോളാം. ചെല്ല്. വാമനെ. പൊന്നുമണി, 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 കതക് തുറക്കാൻ. പൊന്നുമണി. എന്താ ചേച്ചി? നീ എന്തിനാ വാതിലടച്ചിരിക്കുന്നെ? എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്നതാ ഇഷ്ടം. അത് അത്ര നല്ല ഇഷ്ടമല്ലല്ലോ. ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടം, ഏകാന്ത പതിക. പക്ഷെ പൊന്നുമോള് ബീച്ചിൽ ഒറ്റയ്ക്കല്ലായിരുന്നല്ലോ. പൊന്നുമോളെ, പൊന്നുമണി, നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന കേട്ടാ മതി. മോളെ, ഒരു ചിലന്തി വലയാ ഈ ഡ്രഗ്സ് കാർട്ടൽ എന്ന് പറയുന്നത്. അതില് പെട്ടാലേ തീർന്നു ജീവിതം. ഓ, എന്റെ ഭർത്താവിനോട് എനിക്കുള്ള ഇഷ്ടം ഒന്നുകൊണ്ട് മാത്രം നിന്നോട് ഇപ്പോഴും ഞാൻ സംസാരിക്കുന്നത്. പോലീസ് കേസിൽ നിന്ന് രക്ഷിച്ചത്. പക്ഷെ വെല്ലുവിളിച്ചും പുച്ഛിച്ചും മുന്നോട്ട് പോവാനാണ് തീരുമാനമെങ്കിൽ സെന്റിമെന്റ്സ് ഒക്കെ ഞാനങ്ങ് മറക്കും. ഒരൊറ്റ ഫോൺ കോൾ മതി നിന്നെ തൂക്കിയെടുത്ത് ഡി അഡിക്ഷൻ സെന്ററിലിടാൻ. അതുകൊണ്ട് അധികം പൊളക്കരുത്, നെകളിക്കരുത്, കേട്ടല്ലോ? ഞാനിനി ഒരു തെറ്റും ചെയ്യില്ല ചേച്ചി. എങ്കിൽ നിനക്ക് നല്ലത്. ഇല്ല, ഒന്നും ചെയ്യില്ല. എല്ലാ കാലവും പിന്തുണയ്ക്കാനും പരിരക്ഷിക്കാനും ആളുകൾ ഉണ്ടാവുമെന്ന് കരുതരുത്. എല്ലാവർക്കും അവരവരുടെ ജീവിതം വലുത്. ഇത് നീ ഉപദേശമായിട്ടൊന്നും കാണണ്ട. ഒരു കാലത്ത് നരകം സ്വയം ഇരന്ന് വാങ്ങിയവളുടെ ഒരു മുന്നറിയിപ്പായിട്ട് കണ്ടാ മതി. മക്കൾ ഇന്ന് തന്നെ ഇങ്ങ് പറഞ്ഞായിരുന്നോ? ഇന്ന് അവൾ അവിടെ അങ്ങ് നിർത്തിയാ പോരായിരുന്നോ? അതൊന്നും ശരിയാവത്തില്ലമ്മേ. ജയശങ്കർ സാറിന് ഇഷ്ടപ്പെടത്തില്ല അല്ലേ? ഞാനത് ഓർത്തില്ല. അല്ല, ഇത്തരം അസുരവിത്തിനെയൊക്കെ ആരിഷ്ടപ്പെടും? അല്ല മോനെ, അവിടെ മുഷിഞ്ഞെന്തെങ്കിലും വർത്തമാനം ഉണ്ടായോ? എനിക്ക് മനസ്സിലാവും മോന്റെ അവസ്ഥ. ചെകുത്താനും കടലിനും ഇടയിൽ പെട്ടതുപോലെയല്ലേ? സത്യത്തിൽ ശങ്കരേട്ടനോട് എനിക്കിപ്പോ ദേഷ്യം തോന്നുവാ. എന്തിന്? അല്ല, കാവ്യ കൊടുത്ത് ദീക്ഷയും വളർത്തി കാശിക്ക് പോയ ഉത്തരവാദിത്തം തീർന്നല്ലോ. അമ്മ അങ്ങനെ ഒന്നും ചിന്തിക്കണ്ട. ജീവിതം തീർന്നു, കണക്കുകൂട്ടലുകളൊക്കെ പിഴച്ചുവെന്ന് തോന്നിയ പലരും അങ്ങനെയൊക്കെ തന്നെയാ. എന്നാലും ഈ നശിച്ച പെണ്ണ് എന്ത് ഭാവിച്ചാണോ എന്തോ. ചെറിയ പ്രായമല്ലേ അമ്മേ, നമുക്ക് നന്നാക്കി എടുക്കാം. എനിക്ക് തോന്നുന്നില്ല മോനെ. അനുഭവം കൊണ്ട് പഠിക്കാത്തവര് ജീവിതത്തിൽ ഒരിക്കലും നന്നാവില്ല. എഴുതി തള്ളാൻ എളുപ്പമാണമ്മേ. മരണത്തിൽ നിന്നാണെങ്കിലും മോശം ജീവിതത്തിൽ നിന്നാണെങ്കിലും ഒരാളെ തിരിച്ചു കൊണ്ടുവരാനാ ശ്രമിക്കേണ്ടത്. അതിനിടയില് നീ നിന്റെ ജീവിതം മറന്നു പോകരുത്. ആഹാ, എന്താണ് അമ്മയും മകനും തമ്മിലൊരു ഗൂഢാലോചന? കുറച്ച് അമ്മായിമ്മപ്പോരിന്റെ കുറവ് കഥയിലുണ്ടെന്ന് പറയുമായിരുന്നു. ഓ, അത് നന്നായി. പക്ഷേ കാലം മാറിപ്പോയി കെട്ടിയോനെ. കെട്ടിയോളാണ് മാലാഖ എന്ന് കേട്ടിട്ടില്ലേ? എന്തു പറഞ്ഞു പൊന്നുമണി? നല്ല കുട്ടിയാവാന്ന് പറഞ്ഞിട്ടുണ്ട്. സത്യം ചെയ്തു പറഞ്ഞു. വെള്ളത്തി വരച്ച വര പോലെ ആകാതിരുന്നാ മതിയായിരുന്നു.